വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബികോം സെക്കൻഡ് ഇയറിലെ ബിസിനസ് ലോയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഓഫ് 1872. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഈ ഒരു ചാപ്റ്റർ ബിസിനസ് ലോയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യന് സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. ബികോം സെക്കൻഡ് ഇയറിലെ ബിസിനസ് ലോ ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നടപ്പിലായത് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന ആ സമയത്ത് തന്നെ, അതായത് 1872 കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. അതായത് 1 സെപ്റ്റംബർ 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നത്. ഈ ഒരു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ കുറേ ഭാഗങ്ങളായിട്ട് നമ്മൾ തരംതിരിക്കുകയാണ്. അതായത് 1 മുതൽ 75 വരെയുള്ള സെക്ഷൻസുകൾ ജനറൽ പ്രിൻസിപ്പിളായിട്ടും 76 മുതൽ 123 വരെയുള്ളത് സെയിൽസ് ആൻഡ് ഗുഡ്സ്, 124 മുതൽ 147 വരെയുള്ളത് ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, നെക്സ്റ്റ് 148 മുതൽ 181 വരെ ബെയിൽമെൻറ്റ് ആൻഡ് പ്ലഡ്ജ്, 182 മുതൽ 238 വരെ ഏജൻസി, 239 മുതൽ 266 വരെ പാർട്ട്ണർഷിപ്പ് എന്നീ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ തരംതിരിക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 76 മുതൽ 123 വരെ സെയിൽസ് ആൻഡ് ഗുഡ്സ് ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് സെയിൽസ് ആൻഡ് ഗുഡ്സ് ആക്ട് എന്നുള്ള രീതിയിൽ 1930 സെപ്പറേറ്റ് ആക്ട് ആയിട്ട് മാറി. അതേപോലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 239 മുതൽ 266 വരെയുള്ള പാർട്ട്ണർഷിപ്പ്, അതിൻ്റെ ആ ഭാഗവും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിന്ന് മാറ്റിയിട്ട് 1932 അത് പാർട്ട്ണർഷിപ്പ്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് എന്നുള്ള പുതിയൊരു ആക്ടിലേക്ക് അത് നിലവിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ കുറേ വകുപ്പുകളായി തരംതിരിച്ചല്ലോ. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് 1 മുതൽ 75 വരെ ജനറൽ പ്രിൻസിപ്പിളാണ്. ആ ഒരു ജനറൽ പ്രിൻസിപ്പിൾ എന്നുള്ള ആ ഭാഗത്തുള്ള 1 മുതൽ 75 വരെയുള്ള സെക്ഷൻ അടങ്ങിയ പാഠഭാഗങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദ്യങ്ങൾ വരുന്ന ഒരു പാഠഭാഗമാണ് ഈ ഒന്നാമത്തെ ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നത് മാർക്ക് കൂടാൻ വേണ്ടി വലിയൊരു കാരണമായി തീരും. നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് ആദ്യം നോക്കേണ്ടത് എന്താണ് കോൺട്രാക്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ കോൺട്രാക്റ്റ്. അതായത് ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുന്നത് നല്ലൊരു സോട്ടും കൂട്ടുമൊക്കെ ഇട്ട് ടിപ്പ് ടോപ്പ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ടറെയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി നേതൃത്വം വഹിക്കുന്നയാളാണ് കോൺട്രാക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അതല്ല കോൺട്രാക്ടർ. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഒരാളോട് ഒരു ചെറിയൊരു ഡീല് നടത്തുകയാണ്. അതായത് ഞാൻ പറയാണ്, എൻ്റെ കയ്യിലൊരു പേനയുണ്ട്, ഈ ഒരു പേന 10 രൂപ തന്നാൽ ഞാൻ നിനക്ക് തരാം. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് രാഹുൽ ഈ പേന വാങ്ങുകയാണ്, അദ്ദേഹം എനിക്ക് തിരിച്ച് 10 രൂപ തരികയാണ്. ഇവിടെ നടന്നത്, ഞാൻ അങ്ങോട്ട് ഒരു സാധനം നിങ്ങൾക്ക് 10 റുപ്യക്ക് പേന തരാമെന്ന് പറഞ്ഞു, അയാളത് ആക്സെപ്റ്റ് ചെയ്തു, അത് വാങ്ങി. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എഗ്രിമെൻ്റ് നടന്നിട്ടുണ്ട്. ഈ ഒരു എഗ്രിമെൻ്റ് എൻഫോഴ്സബിൾ ബൈ ലോ, നിയമപ്രകാരം അംഗീകരിച്ചത് ആവണം. അപ്പോൾ അതെന്തായി മാറി? ഒരു കോൺട്രാക്റ്റായി മാറി. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട്, സിറാജിനോട് പറയുകയാണ്, ഇന്നൊരാളുണ്ട്, അദ്ദേഹത്തെ നീ കൊല്ലുകയാണെങ്കിൽ ഞാൻ നിനക്ക് 1 ലക്ഷം രൂപ തരാം. അങ്ങനെ അയാളെന്ന് പറഞ്ഞു, ഓക്കെ ഞാൻ കൊല്ലാം, 1 ലക്ഷം റുപ്യ എന്താക്കിയാൽ മതി, നിങ്ങൾ തന്നാൽ മതി. ആ രീതിയിൽ ഇവിടെ ഒരു ഡീലിംഗ് നടന്നു. പക്ഷേ ഇവിടെ നടന്ന ഡീലിംഗ് നമ്മുടെ ഇന്ത്യൻ്റെ നിയമപ്രകാരം ഇതെന്തല്ല, എൻഫോഴ്സബിൾ അല്ല, നിയമം അംഗീകരിക്കുന്നതല്ല. ഒരാളെ കൊല്ലുക എന്നുള്ളത് കുറ്റകൃത്യമാണ്, ഇതെന്താണ്, ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന എഗ്രിമെൻ്റ് എന്തല്ല, എൻഫോഴ്സബിൾ അല്ല. അതുകൊണ്ട് എന്തല്ല, ഇവിടെ നടന്ന പരിപാടി കോൺട്രാക്റ്റ് അല്ല, പക്ഷെ എന്താണ്, ഒരു എഗ്രിമെൻ്റ് ആണ്. അത് നമുക്ക് നേരെ എന്താണ് വാട്ട് ഈസ് മീൻ ബൈ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഡിഫൈൻ കോൺട്രാക്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കോൺട്രാക്റ്റിനൊരു നിർവചനം കൊടുക്കാൻ വേണ്ടി പറ്റും. എല്ലാ
നിർവചനങ്ങളും ശ്രദ്ധിക്കുന്ന സമയത്ത് അതിൻ്റെ സെക്ഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. അതായത് കോൺട്രാക്റ്റ് സെക്ഷൻ 2H അതിലാണ് കോൺട്രാക്റ്റിന് വിശദീകരിക്കുന്നത്. ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. ഏതൊരു എഗ്രിമെൻറ്റും ലോ പ്രകാരം എൻഫോഴ്സിബിൾ ആണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? കോൺട്രാക്റ്റ് എന്ന് പറയും. അതാണ് നേരത്തെ ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞു. പേന കൊടുക്കുന്ന സമയത്ത് അവിടെ എൻഫോഴ്സിബിൾ ആണ്, അത് കോൺട്രാക്റ്റ് ആണ്. രണ്ടാമത് എക്സാമ്പിൾ പറഞ്ഞ കൊല്ലാൻ പറഞ്ഞ കേസിൽ അവിടെ എന്തല്ല, കൊല്ലുക എന്നുള്ളൊരു പ്രവർത്തനം അത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എന്തല്ല, നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. അതുകൊണ്ട് എന്തല്ല, അത് ആ എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് അല്ല. ഇതാണ് നമുക്ക് എന്താണ് കോൺട്രാക്റ്റ്. അതായത് ലോ ഓഫ് എ കോൺട്രാക്റ്റ് ഡീൽ വിത്ത് എഗ്രിമെൻറ്റ് വിച്ച് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ത്രൂ കോർട്ട് ഓഫ് ലോ. ദെയർഫോർ ഓൾ കോൺട്രാക്ട് ആർ എഗ്രിമെൻറ്റ്. എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെൻ്റ് ആവാം, പക്ഷേ എന്തില്ല, ബട്ട് ഓൾ എഗ്രിമെൻറ്റ് ആർ നോട്ട് എ കോൺട്രാക്ട്. രണ്ടാമത് പറഞ്ഞ കേസിൽ, കൊല്ലുന്ന കേസിൽ എഗ്രിമെൻ്റ് ആണ്, പക്ഷെ അതെന്തല്ല, എൻഫോഴ്സിബിൾ നോട്ട് എൻഫോഴ്സിബിൾ ലോ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ നോട്ട് കോൺട്രാക്ട്. അതാണ് പറഞ്ഞത്. കോൺട്രാക്റ്റും എഗ്രിമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം ഒന്നും കൂടിയും കോൺട്രാക്റ്റ് സെക്ഷൻ 2H പറയുന്നു. ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. ഏതൊരു എഗ്രിമെൻറ്റും ലോ പ്രകാരം എൻഫോഴ്സിബിൾ ആവണം, അത് നമ്മൾ എന്ത് പറയും? കോൺട്രാക്റ്റ് എന്ന് പറയും. ഈ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എസെൻഷ്യൽ എലമെൻ്റ് ഓഫ് എ കോൺട്രാക്റ്റ് ആക്റ്റ് ആണ്. അതിലെ 9 എസെൻഷ്യൽ എലമെൻ്റ് ആണ് കാര്യമായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 10 നമ്മൾ ഇതിനെ വിശദീകരിക്കുന്നത്. എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ കോൺട്രാക്റ്റ്. ഈ ഒരു എസെൻഷ്യൽ എലമെൻറ്റിൽ പെട്ട 9 ക്ലിയർ ആണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? ആ എഗ്രിമെൻറ്റ് അതെന്തായി എൻഫോഴ്സിബിൾ ബൈ ലോ പ്രകാരം റെഡിയാണ്. ഈ 9 കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ അതെന്ത് പറയും? കോൺട്രാക്റ്റ് എന്ന് പറയും. അതിനെന്ത് വേണം? ഈ ഒരു എസെൻഷ്യൽ എലമെൻറ്റ് ഒബേ ചെയ്യണം. അതിൽ ഒന്നാമത്തത് എഗ്രിമെൻറ്റ്. ഇതെന്തായിരിക്കണം? ഈ കോൺട്രാക്റ്റിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്നത് ലോഫുൾ കൺസിഡറേഷൻ. ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ, പ്രത്യുപകാരം ഉണ്ടാവണം. മൂന്നാമത് പറയാണ് എഗ്രിമെൻറ്റ് മസ്റ്റ് നോട്ട് ബി ഡിക്ലെയർഡ് ടു ബി വോയിഡ് ബൈ എനി ലോ. ഈ ഒരു എഗ്രിമെൻറ്റ് മറ്റൊരു നിയമപ്രകാരം എന്താവാൻ പാടില്ല? വോയിഡ് ആവാൻ പാടില്ല. നാലാമത് പറയുന്നത് കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ്. 2 പാർട്ടിക്കും ഇതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഫ്രീ കൺസെൻറ്റ്. അഞ്ചാമത് ഫ്രീ കൺസെൻറ്റ്. ഇത് മറ്റ് നിർബന്ധ പ്രകാരമോ ഒന്നും ഉണ്ടാവരുത്. സ്വമേധയാ അയാൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് കടന്നു വരണം. ആറാമത് ലീഗാലിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. ഇവിടെയുള്ള നമ്മൾ ഡീൽ ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്തായിരിക്കണം? അതിന് ലീഗാലിറ്റി ഉണ്ടാവണം. അതായത് കഞ്ചാവ്, അത് ഞാൻ നിനക്ക് ഇത്ര പൈസക്ക് തരാമെന്ന് പറയുകയാണ്, അയാളത് സ്വീകരിക്കുകയാണ്. ഇവിടെയുള്ള ഒബ്ജക്റ്റിന് എന്തിനില്ല? ലീഗാലിറ്റി ഇല്ല. നിയമപ്രകാരം സാധ്യതയില്ലാത്തൊരു വസ്തുവാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നത് കൊണ്ട് തന്നെ ലീഗാലിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്. ആറാമത്തത്. ഏഴാമത് ശ്രദ്ധിക്കേണ്ടത് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. ഇവിടെയുള്ള ബന്ധങ്ങൾ എന്ത് ചെയ്യണം? ലീഗലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് എട്ടാമത് എഗ്രിമെൻറ്റ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് പെർഫോമൻസ്. ഈ ഒരു എഗ്രിമെൻറ്റ് നിർബന്ധമായിട്ടും കേപ്പബിൾ ചെയ്യണം. അടുത്തത് കേപ്പബിൾ ഓഫ് പെർഫോമൻസ്. അടുത്ത 9ാമത് ലീഗൽ ഫോർമാലിറ്റീസ്. എല്ലാ ലീഗൽ ഫോർമാലിറ്റീസ് അനുസരിച്ചായിരിക്കണം ഈ ഒരു എഗ്രിമെൻറ്റ്. ഇങ്ങനെയുള്ള ഈ 9 കണ്ടീഷൻ ശരിയായിട്ടുള്ള എഗ്രിമെൻറ്റ് നമ്മൾ എന്ത് പറയും? കോൺട്രാക്റ്റ് എന്ന് പറയും. അതാണ് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ കോൺട്രാക്റ്റ്. സെക്ഷൻ 10 വിശദീകരിക്കുന്നത്. ഈ ഒരു 9 എസെൻഷ്യൽ എലമെൻറ്റിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ആ ഒരു ഭാഗമാണ് ഈ 1ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സംശയമുള്ളത് ചോദിക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക്സ്.